ഹായ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും സഹകാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പെർക്വിസിറ്റ്സ് ആണ്. അതായത് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിലുള്ള ആ സാലറിയുടെ ഭാഗമായിട്ട് വരുന്നൊരു ബെനിഫിറ്റ് ആണ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ അലവൻസോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പെർക്വിസിറ്റ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വാല്യുവേഷൻ ഓഫ് പെർക്വിസിറ്റ്, എന്തൊക്കെയാണ് പെർക്വിസിറ്റ്സ് നമുക്ക് നോക്കാം. പെർക്വിസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? പെർക്വിസിറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എനി കോസൽ ഇമോളുമെന്റ് ഓർ ബെനിഫിറ്റ് attached to an office or position in addition to salary or wage. നമുക്ക് സാലറിക്കും വേജസിനും പുറമേ നമുക്ക് കിട്ടുന്ന, അതായത് നമ്മുടെ എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റിനെയാണ് ഇത് വിളിക്കുന്നത് പെർക്വിസിറ്റ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഓൾസോ ഡിനോട്ട് സംതിങ് ദാറ്റ് ബെനിഫിറ്റ്സ് എ മാൻ ബൈ ഗോയിങ് ഇൻ ടു ഹിസ് ഓൺ പോക്കറ്റ്. അതായത് നമുക്ക് പേഴ്സണലി കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് ഈ പെർക്വിസിറ്റ് എന്ന് പറയുന്നത്. പെർക്വിസിറ്റ് മേ ബി പ്രൊവൈഡഡ് ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ്. അത് ക്യാഷ് ആയിട്ട് നമുക്ക് എംപ്ലോയർ തരാം, അതല്ലെങ്കിൽ ഇൻ കൈൻഡ് ആയിട്ടും തരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുക, നമുക്കിപ്പോൾ ഒരു കാർ തരാം. ഞാനൊരു സ്ഥലത്ത് എംപ്ലോയി ആണ്. അപ്പോൾ എംപ്ലോയിക്ക് എന്ത് കിട്ടുക? ഒരു കാറ് കിട്ടാം. അപ്പോൾ സാലറിക്ക് പുറമെ കാറ് കിട്ടുക എന്ന് പറയുമ്പോൾ കാർ എന്ന് പറയുമ്പോൾ ക്യാഷ് ആയിട്ടല്ല കൊടുക്കുന്നത്, ഇൻ കൈൻഡാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ക്യാഷ് ആയിട്ടും എന്ത് കൊടുക്കാറുണ്ട്? പെർക്വിസിറ്റ് കൊടുക്കാറുണ്ട്. പെർക്വിസിറ്റിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിട്ടല്ല എന്ത് കൊടുക്കുക, അവിടെ നമ്മൾ പെർക്വിസിറ്റ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ പെർക്വിസിറ്റിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നിർണ്ണയിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചിത എമൗണ്ട് കൊടുക്കുന്നതിന് ആ എമൗണ്ട് അവിടെ നമുക്കറിയാം. പക്ഷേ പെർക്വിസിറ്റിനെ സംബന്ധിച്ച് അതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡിറ്റർമൈൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ അവർ പെർക്വിസിറ്റ്സ് ആർ ടാക്സബിൾ അണ്ടർ ദ ഹെഡ് സാലറി. അപ്പോൾ പെർക്വിസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ടാക്സബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ പെർക്വിസിറ്റ്സ് ഫുള്ളി ടാക്സബിൾ അല്ല, ചില എക്സംഷൻസ് നമുക്കതിൽ കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അലൗഡ് ബൈ ആൻ എംപ്ലോയർ ടു ഹിസ് എംപ്ലോയി. ആർക്കാണ് കൊടുക്കുന്നത്? എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്നതാണ്. അലൗഡ് ഡ്യൂറിങ് ദ കണ്ടിന്യൂസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. എംപ്ലോയ്മെൻറ്റിൻ്റെ ടൈമിൽ കൊടുക്കുന്നതാണ്, അതല്ല റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് അല്ല അത്. അതായത് എംപ്ലോയി ആയിട്ട് നിൽക്കുന്ന സമയത്ത് കൊടുക്കുന്നൊരു ബെനിഫിറ്റാണ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. ഡയറക്ട്ലി ഡിപ്പെൻഡ് അപ്പോൺ സർവീസ്. ആ സർവീസുമായി ഡിപ്പെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത് കൊടുക്കുന്നത്, പെർക്വിസിറ്റ്സ് കൊടുക്കുന്നത്. ഓക്കെ, റിസൾട്ടിങ് ഇൻ നേച്ചർ ഓഫ് പേഴ്സണൽ അഡ്വാൻറ്റേജ് ഓഫ് ദ എംപ്ലോയി. എംപ്ലോയിയുടെ പേഴ്സണൽ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് കൊടുക്കുന്നത്. സോ ഡെറൈവ്ഡ് ബൈ ദ വെർച്യൂ ഓഫ് എംപ്ലോയർ അതോറിറ്റി. അപ്പോൾ എംപ്ലോയർക്ക് കൊടുക്കണമോ കൊടുക്കണ്ടേന്ന് തീരുമാനം അത് എംപ്ലോയറിൻ്റെയാണ്. നിർബന്ധമായിട്ട് എന്ത് കൊടുക്കണമെന്നില്ല, ഈ പെർക്വിസിറ്റ്സ് കൊടുക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുക, പെർക്വിസിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാളുടെ സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് എന്ത് സത്യത്തിൽ ഈ പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയിയുടെ. അപ്പോൾ പെർക്സ്, ബോണസസ് അതൊക്കെ അതിൽ വരുന്നുണ്ട്. പേ റൈസ്, അതായത് ശമ്പളം കൂട്ടുക, അതായത് ശമ്പളം കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അടിസ്ഥാന ശമ്പളത്തിന് പുറമേ കൊടുക്കുന്നൊരു സംഭവമാണ് ഇത് പെർക്വിസിറ്റ്സ്. എംപ്ലോയീസ്, അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ് അവാർഡ്സ്, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പെയ്ഡ് വെക്കേഷൻ, മീൽസ്, ഭക്ഷണം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വാഹനം കൊടുക്കുക, ഇതൊക്കെ എന്താണ് സത്യത്തിൽ പെർക്വിസിറ്റ്സ് ആണ്. ഓക്കെ, സോ ഹിയർ വാല്യുവേഷൻ ഓഫ് റെൻറ്റ് ഫ്രീ അൺഫേർണിഷ്ഡ് അക്കോമഡേഷൻ. അപ്പോൾ നമ്മൾ ഈ പെർക്വിസിറ്റിലെ ഒരുപാട് ടൈപ്പ് ഓഫ് പെർക്വിസിറ്റ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് വൺ ആയിട്ടുള്ളതാണ് വാല്യുവേഷൻ, എന്താണ്? റെൻറ്റ് ഫ്രീ ഫേർണിഷ്ഡ് അക്കോമഡേഷൻ അല്ലെങ്കിൽ റെൻറ്റ് ഫ്രീ അൺഫേർണിഷ്ഡ് അക്കോമഡേഷൻ. അതായത് ഞാനിപ്പോൾ ഒരു മോർ സൂപ്പർ മാർക്കറ്റിലെ ഒരു എംപ്ലോയി ആണെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ റീജിയണൽ മാനേജറാണ്. അപ്പോൾ റീജിയണൽ മാനേജറായിട്ടുള്ള എന്നെ സംബന്ധിച്ച് എൻ്റെ നാട് എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ആണെങ്കിൽ എനിക്ക് എൻ്റെ ജോലി സ്ഥലം, എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, ജോലി സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോടാണ്. അപ്പോൾ എനിക്ക് അവിടെ താമസിക്കാനായിട്ട് വീടില്ല. എൻ്റെ സ്വന്തമായിട്ടുള്ള വീട് എന്ന് പറയുന്നത് ട്രിവാൻഡ്രം ആണെങ്കിൽ കോഴിക്കോട് എനിക്കൊരു വീട് താമസിക്കാനായിട്ട് തരികയാണെങ്കിൽ അവർ ചിലപ്പോൾ മോർ സൂപ്പർ മാർക്കറ്റ് എനിക്കിതൊരു സ്വന്തമായിട്ടൊരു വീട് താമസിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് തരും. ഓക്കെ, സോ അതിനെയാണ് ഇത് വിളിക്കുന്നത് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ആ വീട് ഫേർണിഷ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? അൺഫേർണിഷ്ഡ് ആയിരിക്കാം. അപ്പോൾ എനിക്ക് കിട്ടുന്ന എംപ്ലോയർ റിലേഷൻഷിപ്പിൽ എനിക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് ആണ് എന്ത്? ഈ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അതൊരു പക്ഷേ ഫർണിച്ചർ ഉള്ള അക്കോമഡേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അൺഫേർണിഷ്ഡ് അക്കോമഡേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ, അപ്പോൾ ഇത് ടാക്സബിൾ ആണ്. എംപ്ലോയർ റിലേഷൻഷിപ്പിൽ എനിക്ക് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ് ടാക്സബിൾ ആണ്. ഈ ബെനിഫിറ്റിനെ വിളിക്കുന്നത് എന്താണ്? പെർക്വിസിറ്റ്സ് ആണ് വിളിക്കുന്നത്. ഈ പെർക്വിസിറ്റ് ടാക്സബിൾ ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യണമല്ലോ. അപ്പോൾ ആ വാല്യൂ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് കേസാണ് ഗവൺമെൻറ് എംപ്ലോയി. ഗവൺമെൻറ് എംപ്ലോയിക്കാണ് ഈ ഇങ്ങനൊരു റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ കിട്ടുന്നതെങ്കിൽ ലൈസൻസ് ഫീ ഡിറ്റർമിൻഡ് ബൈ ഗവൺമെൻറ് നിർണ്ണയിക്കുന്ന ലൈസൻസ് ഫീ ഏതാണോ അതിനെയാണ് ഇത് വിളിക്കുന്നത് റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ. അതായത് ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. എനിക്കിപ്പോൾ കോഴിക്കോട് ജോലി കിട്ടി. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് എംപ്ലോയി ആയിട്ടുള്ള എനിക്ക് ഗവൺമെൻറ് എന്തായിരുന്നു താമസിക്കാൻ വേണ്ടിയിട്ടൊരു വീട് തന്നു കഴിഞ്ഞാൽ എന്താണ് എനിക്ക് കിട്ടിയ ബെനിഫിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്?
ആ ഗവൺമെൻറ് ആ വീടിന് ലൈസൻസ് ഫീ നിർണ്ണയിച്ചിട്ടുണ്ട്. ആ ലൈസൻസ് ഫീ എത്രയാണോ 10,000 ആണെങ്കിൽ ആ 10,000 ആണ് എന്നെ സംബന്ധിച്ചെന്ത് പെർക്വിസിറ്റ് എന്ന് പറയുന്നത്, അൺഫേർണിഷ്ഡ് അക്കോമഡേഷൻ്റെ പെർക്വിസിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 12 മാസമാണെങ്കിൽ 12,000 രൂപ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മൈനസ് റെൻറ്റ് ആക്ച്വലി പെയ്ഡ് ബൈ എംപ്ലോയർ. ഇനി എന്താണ്, മറ്റേ എംപ്ലോയർ അതിന് റെൻറ്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് കുറച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി ഇതിൻ്റെ കേസിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഗവൺമെൻറ് എംപ്ലോയിനെ സംബന്ധിച്ച് ലൈസൻസ് ഫീ ഡിറ്റർമൈൻഡ് ബൈ ഗവൺമെൻറ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആഡ് 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ഓർ ഹയർ ചാർജ് ഈ ഫർണിഷ് അക്കോമഡേഷൻ. ഇനി എനിക്ക് തന്ന വീട്, ഗവൺമെൻറ് എംപ്ലോയി ആയിട്ടുള്ള എനിക്ക് തന്ന വീട് ഫർണിഷ്ഡ് ആയിട്ടുള്ള അക്കോമഡേഷൻ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എംപ്ലോയർ എനിക്ക് എന്ത് തന്നു, വീട് തന്നു, വീടിനപ്പോൾ ഫർണിച്ചറും കൂടി തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഫർണിച്ചറിൻ്റെ കോസ്റ്റിൻ്റെ 10% ഞാൻ ആഡ് ചെയ്യണം. അതാണ് അപ്പോൾ എൻ്റെ എന്തായി ടോട്ടൽ റെൻറ്റ് ഫ്രീ ഫേർണിഷ്ഡ് അക്കോമഡേഷൻ്റെ വാല്യൂ ആയി. ഇനി അതേസമയം എംപ്ലോയർ എനിക്ക് തന്ന വീട്ടിൽ ഫർണിച്ചർ എംപ്ലോയർ തന്നത് ഫർണിച്ചറിൻ്റെ ആ എംപ്ലോയറിൻ്റെ സ്വന്തം ഫർണിച്ചറല്ല, അവർ ഹയറിനെടുത്താണ്, വാടകയ്ക്ക് എടുത്താണെങ്കിൽ ആ ഹയർ ചാർജാണ് എൻ്റെ ഫർണിച്ചറിൻ്റെ കോസ്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു 5,000 രൂപയുടെ ഫർണിച്ചർ ആണെങ്കിൽ 5,000 രൂപയുടെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ എത്ര, 500 രൂപ. ഓക്കെ, അപ്പോൾ 500 രൂപ മാസം ആഡ് ചെയ്ത് വരും ഫർണിച്ചറിൻ്റെ കോസ്റ്റ് ആണെങ്കിൽ. ഇനി അതേസമയം ഫർണിച്ചർ അവർ റെൻറ്റിന് എടുത്തതാണ്, ഒരു 1,000 രൂപയാണ് ഫർണിച്ചറിൻ്റെ റെൻറ്റെങ്കിൽ ആ 1,000 രൂപയുടെ 10% വരും എന്ത്, എൻ്റെ ആ ഫർണിച്ചറിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് കൂടാതെ ലൈസൻസ് ഫീ ഡിറ്റർമൈൻഡ് ബൈ ഗവൺമെൻറ് അതുകൂടി കയറി വരും. സോ ഗവൺമെൻറ് എംപ്ലോയിയുടെ കേസിൽ ലൈസൻസ് ഫീ ഡിറ്റർമൈൻഡ് ബൈ ഗവൺമെൻറ് ആണ് വാല്യൂ എന്ന് പറയുന്നത്, പ്ലസ് 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ വരും. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് നമുക്ക് നോക്കാം ഫോർ അതർ എംപ്ലോയീസ്. മറ്റുള്ള എംപ്ലോയീസിനെ സംബന്ധിച്ച് എങ്ങനെയാണ് വാല്യൂഷൻ ഓഫ് റെന്റ് ഫ്രീ അൺഫേർണിഷ്ഡ് അക്കോമഡേഷൻ ഈസ് ആസ് ഫോളോസ്. ഇതുപോലെയാണ് അവരുടെ വാല്യൂഷൻ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കാം. ഹിയർ എംപ്ലോയർ, ഇവിടെ നോക്കാം ഗവൺമെൻറ് എംപ്ലോയിനെ സംബന്ധിച്ച് ഫോർ അതർ എംപ്ലോയീസിൻ്റെ കേസിൽ ഇവിടെയാണ് പറയുന്നത്, അതർ എംപ്ലോയീസിൻ്റെ കേസിൽ ഇവിടെയാണ് പറയുന്നത്. ഗവൺമെൻറ് എംപ്ലോയിയുടെ കേസിൽ എങ്ങനെയാണ്, സിറ്റി പോപ്പുലേഷൻ ആപ്ലിക്കബിൾ അല്ല, ന്യൂ റേറ്റ്, അതായത് 2023 ശേഷമുള്ള റേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 2023 മുമ്പുള്ള റേറ്റ് ആണ് കൊടുത്തത്, സെയിം ആണ്. ഗവൺമെൻറ് എംപ്ലോയിൻ്റെ കേസിൽ ഇത് മാറിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയിയുടെ കേസിലാണെങ്കിൽ ലൈസൻസ് ഫീ ഡിറ്റർമൈൻഡ് ബൈ ഗവൺമെൻറ് ആണ് എന്ത്, വാല്യൂഷൻ ഓഫ് പെർക്വിസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ എനിക്കൊരു വീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വാല്യൂ എത്രയാണ്, എനിക്ക് തന്ന റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ എത്രയാണ്, ഇറ്റ് ഈസ് ലൈസൻസ് ഫീ ഡിറ്റർമൈൻഡ് ബൈ ഗവൺമെൻറ്. ക്ലിയർ ആയല്ലോ. അതർ ദാൻ ഗവൺമെൻറ്, അതായത് ഗവൺമെൻറ് അല്ല ഒരു പ്രൈവറ്റ് എംപ്ലോയി ആണെങ്കിൽ, ഇപ്പോൾ മോർ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന എന്നെ സംബന്ധിച്ച്, റീജിയണൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്ന എന്നെ സംബന്ധിച്ച് ഞാൻ പോയി ജോലി ചെയ്യുന്നത് അപ് ടു 10 lakh 10 ലക്ഷത്തിന് 10 ലക്ഷമോ 10 ലക്ഷത്തിൽ താഴെ ആളുകൾ ജീവിക്കുന്ന ഒരു സിറ്റിയിലാണ് ഞാൻ പോയി താമസിക്കുന്നതെങ്കിൽ എൻ്റെ സാലറിയുടെ 5% എന്ത്, എൻ്റെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നേരത്തെ അത് എത്രയായിരുന്നു, 7.5% 2023 ശേഷം അത് എന്ത് ചെയ്തു, മാറിയിട്ട് 5% മാറി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഈ 2023 ശേഷമുള്ളതാണ് പഠിക്കേണ്ടത്. ഇത് പ്രത്യേകിച്ച് ഞാൻ അപ്പുറത്ത് ഓൾഡ് റേറ്റ് തന്നത്, ഓൾഡ് റേറ്റ് പഠിച്ച് വച്ചവരുണ്ടാവും, അപ്പോൾ പുതിയ റേറ്റ് ഇതാണെന്ന് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നത്. ഓക്കെ, ഇനി അടുത്തത് 10 lakh to 15 lakh 10 ലക്ഷം മുതൽ 15 ലക്ഷം വരെ ആളുകൾ താമസിക്കുന്ന ഒരു സിറ്റിയാണ്. അപ്പോൾ കുറച്ച് സിറ്റിയുടെ ഡെപ്ത് കൂടി കുറച്ചുകൂടി വലിയ സിറ്റിയാണ്. അങ്ങനത്തെ ഒരു സിറ്റി ആണെങ്കിൽ 5% തന്നെയാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് 15 ലക്ഷം മുതൽ 25 ലക്ഷം വരെ ആളുകൾ താമസിക്കുന്ന സിറ്റി ആണെങ്കിൽ 7.5%, 25 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ആളുകൾ താമസിക്കുന്ന സിറ്റി ആണെങ്കിൽ 7.5% തന്നെയാണ്. എബവ് 40 lakh 40 ലക്ഷത്തിന് മുകളിലുള്ള സ്ഥലമാണെങ്കിൽ എത്രയാണ്, 10%. ഓക്കെ, നേരത്തെ എത്രയായിരുന്നു നോക്കി, 10 ലക്ഷം വരെ ഉള്ളതിന് 7.5%, 10 മുതൽ 15 വരെ ഉള്ളതിന് 10%, 15 മുതൽ 25 വരെ ഉള്ളതിന് 10%, 25 മുതൽ 40 വരെയുള്ളതിന് 15%. അതായത് 25-ന് മുകളിലായിരുന്നെങ്കിൽ നേരത്തെ 15% ഓഫ് സാലറി ആയിരുന്നു എന്ത് കൊടുക്കേണ്ടിയിരുന്നത്, അതായത് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ നിർണ്ണയിക്കേണ്ടിയിരുന്നത്.
ഓക്കെ, അപ്പോൾ ഇതെന്തിനാ ഇങ്ങനെ നിർണ്ണയിച്ചത്, ഇങ്ങനെ മാറ്റിയത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഇവിടുത്തെ ജനസാന്ദ്രത ഉയർന്നു, സിറ്റിയുടെ പോപ്പുലേഷൻ കൂടി. ഓക്കെ, ചെറിയ സിറ്റിയിലും ആളുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി. അപ്പോൾ അത് കാരണം കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റിൽ എന്ത് ചെയ്തിരിക്കുന്നതാണ്, പെർസെൻറ്റേജിൽ കുറച്ച് ഇളവ് വരുത്തിയിരിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ സിറ്റി പോപ്പുലേഷൻ്റെ ആ ഒരു സ്ലാബും എന്ത് ചെയ്തു ഒന്ന് മാറ്റിയിട്ടുണ്ട്. സോ ഹിയർ ശ്രദ്ധിക്കുക, അപ് ടു 10 lakh ആണെങ്കിൽ 5%, 5 to 15 അല്ലെങ്കിൽ 15 to 25 അല്ലെങ്കിൽ 10 to 15 ആണെങ്കിൽ 5% തന്നെ, 15 to 25 lakh ആണെങ്കിൽ അല്ലെങ്കിൽ 50 to 40 lakh ആണെങ്കിൽ സെയിം തന്നെയാണ്, 7.5% തന്നെയാണ്. ദെൻ എബവ് 25 lakh, ഓക്കെ, എബവ് 40 lakh, 40 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 10%. അപ്പോൾ 40 ലക്ഷത്തിന് മുകളിൽ താമസിക്കുകയെന്ന് വെച്ചാൽ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ താമസിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ, സാലറിയുടെ 10% എന്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ, റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ എമൗണ്ട് ആയിട്ട് നമ്മൾ വാല്യൂ കാണിക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അതുകൂടാതെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, ഫർണിഷ്ഡ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അഥവാ ടെലിവിഷൻ, ഫർണിച്ചർ, എയർ കണ്ടീഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടാം. അതൊക്കെ എംപ്ലോയർ ഓൺ ചെയ്യുന്നതാണെങ്കിൽ ആ ഓൺ ചെയ്യുന്ന എംപ്ലോയർ തന്ന ആ ഫർണിച്ചറിൻ്റെ, ടെലിവിഷൻ്റെ, ഫർണിച്ചറിൻ്റെ, എയർ കണ്ടീഷൻ്റെ വാല്യൂ എത്രയാണോ ആ വാല്യൂയുടെ 10% എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ചെയ്യേണ്ടി വരും. ഇനി എംപ്ലോയർ അത് ഹയറിന് എടുത്താണ്, വാടകയ്ക്ക് എടുത്താണ് തരുന്നതെങ്കിൽ ആ വാടക ചാർജ് നമുക്ക് കയറി വരും. ഓക്കെ, ആഡ് ഹയർ ചാർജ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ റെൻറ്റ് ഫ്രീ, ഫേർണിഷ്ഡ് അല്ലെങ്കിൽ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ്റെ കേസിൽ ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ ലൈസൻസ് ഫീ ഡിറ്റർമൈൻ ഗവൺമെൻറ്, അതർ എംപ്ലോയി ആണെങ്കിൽ അപ് ടു 10 lakh ഉള്ള സിറ്റി ആണെങ്കിൽ 5%, 10 to 15 ആണെങ്കിൽ 5%, 15 to 25 ആണെങ്കിൽ 7.5%, 25 to 40 ആണെങ്കിൽ 7.5%, എബവ് 40 ആണെങ്കിൽ 10%. 40 lakh എബവ് ഉള്ള സ്ഥലത്ത് മാത്രമേ 10% വരുന്നുള്ളൂ. ഇൻ അഡീഷൻ എന്തുകൂടി വരും, നമുക്ക് ഫർണിച്ചറിൻ്റെ കോസ്റ്റ് കൂടി വരും. ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണെങ്കിൽ 10% ഫർണിച്ചറിൻ്റെ കോസ്റ്റ്. ഇനി ഫർണിച്ചർ വാടക എടുത്താണെങ്കിൽ ആ വാടക ചാർജ് എത്രയാണോ, ഹയർ ചാർജ് എത്രയാണോ അതുകൂടി ആഡ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ സാലറി അല്ലേ, 10% ഓഫ് സാലറി അല്ലെങ്കിൽ 7.5% സാലറി, 5% സാലറി എന്നൊക്കെ പറഞ്ഞല്ലോ. വാട്ട് ഈസ് സാലറി, എന്താണ് ഇവിടെ സാലറി എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത്, ബേസിക് പേ, ഡിയർനെസ് അലവൻസ് ഓൺലി ടു ദ എക്സ്റ്റെൻറ്റ് ഇൻ ഫോം പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, അതായത് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി, അതായത് ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടത്. സോ അത് ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി അല്ലെങ്കിൽ ഡിയർനെസ് പേ, അതുപോലെ തന്നെ എന്താണ് ബോണസ്, അതുപോലെ തന്നെ കമ്മീഷൻ, ദാറ്റ് ഈസ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ടേൺ ഓവർ ഓർ സെയിൽസ്, ഓൾ അതർ അലവൻസ്, അതെന്ന് വെച്ചാൽ ടാക്സബിൾ ആയിട്ടുള്ള പോർഷൻ, ദാറ്റ് ഈസ് HRA ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള അലവൻസ്, എല്ലാ ഫുള്ളി ടാക്സബിൾ അലവൻസും എല്ലാ പാർട്ട്ലി ടാക്സബിൾ അലവൻസും. പക്ഷേ പാർട്ട്ലി ടാക്സബിൾ അലവൻസിന് ടാക്സബിൾ പോർഷൻ മാത്രം എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ HRA എന്ന് പറയുന്നത്, ഒരു വർഷത്തെ HRA എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒരു 3 ലക്ഷമാണെന്ന് വിചാരിച്ചു. പക്ഷേ 3 ലക്ഷത്തിൽ 2.5 ലക്ഷമാണ് ടാക്സബിൾ ഉള്ള 50,000 എക്സംഷൻ കിട്ടുന്നതാണെങ്കിൽ 2.5 ലക്ഷം ഇവിടെ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ടാക്സബിൾ പോർഷൻ, അലവൻസസിൻ്റെ ടാക്സബിൾ പോർഷൻ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പെർക്വിസിറ്റ് അല്ല ആദ്യം വാല്യൂ ചെയ്യേണ്ടത്, അലവൻസസ് ആണ് ആദ്യം എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സാലറിയിൽ എന്തൊക്കെ വരുന്നത്, ബേസിക് പേ, ഡിയർനെസ് അലവൻസ്, സാധാ ഡിയർനെസ് അലവൻസ് അല്ല, ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി മാത്രം, അടുത്ത ഡിയർനെസ് അല്ലെങ്കിൽ ഡിയർനെസ് പേ, ദെൻ ബോണസ്, ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ ഓർ സെയിൽസ്, ഓൾ അതർ ടാക്സബിൾ അലവൻസസ്, ഓൺലി ടാക്സബിൾ പോർഷൻ, എനി മോണിറ്ററി പേയ്മെൻറ്റ് വിച്ച് ഈസ് ചാർജബിൾ ടു ടാക്സ്, അതായത് നമുക്ക് ടാക്സ് ചാർജബിൾ ആയിട്ടുള്ള എന്തെങ്കിലും മോണിറ്ററി പേയ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, പെൻഷൻ അല്ലെങ്കിൽ ആനുവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്, പക്ഷേ എന്ത് ഇൻക്ലൂഡ് ചെയ്യില്ല, വാല്യൂ ഓഫ് എനി പെർക്വിസിറ്റ്, ഒരു പെർക്വിസിറ്റും ആഡ് ചെയ്യില്ല. അതായത് പെർക്വിസിറ്റിൻ്റെ കേസിൽ വരുമ്പോൾ എങ്ങനെയാണ്, അതായത് ബേസിക് പേയും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ടാക്സബിൾ അലവൻസും എല്ലാം നമ്മൾ ആഡ് ചെയ്യും. പക്ഷേ എന്താ ആഡ് ചെയ്യില്ല, മറ്റുള്ള പെർക്വിസിറ്റ് ആഡ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂഷന് വേണ്ടിയിട്ടാണ് ഈ സാലറി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് അതല്ലാതെ ഇഷ്ടംപോലെ പെർക്വിസിറ്റ്സ് ഉണ്ട്. നമുക്ക് എന്ത് കിട്ടാം, ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി, അപ്പോൾ നമുക്ക് അതിൻ്റെ പൈസ റീഇംബേഴ്സ് ചെയ്ത് കിട്ടുക, അതൊരു പെർക്വിസിറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് കാറ് കിട്ടുക, അതൊരു പെർക്വിസിറ്റാണ്. അങ്ങനെയുള്ള ഒരുപാട് പെർക്വിസിറ്റ്സ് ഉണ്ട്. ഈ പെർക്വിസിറ്റ്സ് ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ 10% ഓഫ് സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്, ഈ 10% ഓഫ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈ 10% അല്ലെങ്കിൽ 7% ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇൻക്ലൂഡിംഗ് ആണ്, ബേസിക് പേയും ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ട് ഓഫ് സാലറി അഥവാ ഡിയർനെസ് പേയും ബോണസും അതുപോലെ തന്നെ കമ്മീഷൻ, ഫിക്സഡ് പെർസെൻറ്റേജ് കമ്മീഷൻ, ഓൾ അതർ ടാക്സബിൾ അലവൻസ്, ഓൺലി ടാക്സബിൾ പോർഷൻ, ദെൻ എനി മോണിറ്ററി പേയ്മെൻറ്റ് വിച്ച് ഈസ് ചാർജബിൾ ടു ടാക്സ്, പെൻഷൻ ഓർ ആനുവിറ്റി, ഇത്രേ വരുന്നുള്ളൂ.
ബാക്കി ഒന്നും ഇൻക്ലൂഡഡ് അല്ല. ഏതൊക്കെ ഇൻക്ലൂഡഡ് അല്ലാത്ത? വാല്യൂ ഓഫ് എനി പെർക്വിസിറ്റ്, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട്, പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആഡ് ചെയ്യില്ല. ബെനിഫിറ്റ്സ് റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്, ലൈക്ക് ഗ്രാറ്റുവിറ്റി പെൻഷൻ, നമ്മൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഗ്രാറ്റുവിറ്റി പെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യില്ല, ആഡ് ചെയ്യില്ല. ഓക്കെ, സോ ഇവിടെ മനസ്സിലാക്കി നമുക്ക് എന്താണ്, നമുക്ക് ഇവിടെ അലവൻസസ് എല്ലാം ആഡ് ചെയ്യും, പെർക്വിസിറ്റ്സ് ഒന്നും തന്നെ എന്ത് ചെയ്യില്ല, സാലറിയുടെ കേസിൽ ആഡ് ചെയ്യില്ല. ഓക്കെ, ദെൻ അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ ഹോട്ടൽ. ഇനി നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ട്രിവാൻഡ്രത്തുള്ള ഒരാളാണ്, ഞാൻ കോഴിക്കോട് പോയിട്ട് ജോലി ചെയ്യാണ്. അപ്പോൾ എനിക്ക് സ്ഥലമാറ്റം കിട്ടി, പെട്ടെന്ന് എനിക്ക് അവിടെ വീട് തരപ്പെടുത്താനായിട്ട് എംപ്ലോയർക്ക് സാധിച്ചില്ല. തൽക്കാലത്തേക്ക് തന്നെ അവിടെ ഒരു ഹോട്ടലിൽ താമസിപ്പിച്ചു. അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ ഹോട്ടൽസ്. ഇഫ് അക്കോമഡേഷൻ ഈസ് ഇൻ കണക്ഷൻ വിത്ത് ട്രാൻസ്ഫർ ഓഫ് ദ എംപ്ലോയി ആൻഡ് ദ പീരീഡ് ഓഫ് സ്റ്റേ ഇൻ ഹോട്ടൽ ഡസ് നോട്ട് എക്സീഡ് 15 days, എനിക്ക് 15 ദിവസത്തിൽ താഴെ അവിടെ ഒരു ഹോട്ടൽ എനിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് തന്നു. ദ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഈസ് നിൽ. അവിടെ വാല്യൂ എന്തായിരിക്കും? നില്ലായിരിക്കും. ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല ഞാൻ. ഓക്കെ, പക്ഷെ അതേസമയം അതിന് മുകളിലുണ്ടെങ്കിൽ, ഇനി അനദർ കേസ്, ദ വാല്യൂ ഷാൽ ബി 25% ഓഫ് സാലറി. ഇനി 15 ദിവസത്തിലധികം എനിക്ക് അവിടെ എന്ത് ചെയ്തു, താമസിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ സൗകര്യം ഒരുക്കി തന്നാൽ എനിക്ക് കിട്ടുന്നത് ഒരു പെർക്വിസിറ്റ് ആണ്. അതല്ലാത്ത പക്ഷം അത് എന്തായിട്ട് കണക്കാക്കില്ല, ഒരു പെർക്വിസിറ്റ് ആയിട്ട് കണക്കാക്കില്ല. സോ അവിടെ പെർക്വിസിറ്റ് ആയതുകൊണ്ട് എൻ്റെ സാലറിയുടെ 24% മാറും എന്ത്, ആ പെർക്വിസിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഞാൻ കോഴിക്കോട് പോകുന്നു, 14 ദിവസം എനിക്ക് താമസിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടൽ തരപ്പെടുത്തി തരുന്നു, അതിൻ്റെ എമൗണ്ട് എംപ്ലോയർ കൊടുക്കുന്നു, എന്നെ സംബന്ധിച്ച് കയ്യിൽ നിന്നൊന്നും പോകുന്നില്ല, ടാക്സബിൾ അല്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ടാക്സബിൾ അല്ലാത്തത്? അത് താൽക്കാലികമായിട്ട് എനിക്ക് തന്നതാണ്. 15 ദിവസത്തിന് മേളിലാണ് എനിക്ക് ഹോട്ടലിൽ താമസിക്കാൻ തന്നതെങ്കിൽ അതെനിക്ക് കിട്ടുന്ന പെർക്വിസിറ്റാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ആ ആനുകൂല്യത്തിൻ്റെ വാല്യൂ കണക്കാക്കണം. ആ ആനുകൂല്യത്തിൻ്റെ വാല്യൂ എങ്ങനെ നിർണ്ണയിക്കും? എൻ്റെ സാലറിയുടെ 24% ആ ആനുകൂല്യം എന്ന് പറയുന്നത്. അത് ടാക്സബിളാണ്. ഓക്കെ, 24% ഓഫ് സാലറി ഓഫ് ദ പീരീഡ് ഡ്യൂറിംഗ് വിച്ച് സച്ച് അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ഓർ ആക്ച്വൽ ഹോട്ടൽ ചാർജസ്. അപ്പോൾ ഒന്നുകിൽ സാലറിയുടെ 24%, അല്ലെങ്കിൽ ഹോട്ടൽ ചാർജ് എത്രയാണോ ആ ഹോട്ടൽ ചാർജ്, വിച്ച് എവർ ഈസ് ലെസ്, ഏതാണോ ലെസ് എമൗണ്ട് അതാണ് എൻ്റെ പെർക്വിസിറ്റ് എന്ന് പറയുന്നത്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വാല്യൂഷൻ ഓഫ് മോട്ടോർ കാർ. ഇനി കിട്ടുന്ന മറ്റൊരു ആനുകൂല്യമാണ് എന്ത്, മോട്ടോർ കാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോട്ടോർ കാർ കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ട്. മുൻകാലഘട്ടങ്ങളിലുള്ള വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല. ഓക്കെ, അതായത് പഴയ ഒരു എമൗണ്ട് എങ്ങനെയാണോ അത് തന്നെയാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ എമൗണ്ട് എങ്ങനെ വരുന്നതെന്ന് നോക്കാം. സോ ഹിയർ ഇഫ് മോട്ടോർ കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയർ ആൻഡ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് മെഡ് ബൈ എംപ്ലോയർ. അതായത് ഒരു പക്ഷേ ഇവിടെ ഞാനൊരു എംപ്ലോയിയാണ്, മോർ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു എംപ്ലോയി ആണെന്ന് വിചാരിച്ചു. ഞാൻ പോയിട്ട് കോഴിക്കോട് പോയിട്ട് ജോലി ചെയ്യാണ്. എനിക്ക് അവിടെ എന്ത് ചെയ്തു, മോർ സൂപ്പർ മാർക്കറ്റ് ഒരു കാർ എനിക്ക് തന്നു. ഇഫ് മോട്ടോർ കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയർ. ഓക്കെ, അപ്പോൾ മോട്ടോർ കാർ എനിക്ക് തന്നു ആൻഡ് മെയിൻ്റനൻസ് മെഡ് ബൈ എംപ്ലോയർ. സോ ഇവിടെ പെർക്വിസിറ്റ് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ് വരുന്നത്? കാറും പെർക്വിസിറ്റ് ആണ്, അതുപോലെ തന്നെ എന്തും പെർക്വിസിറ്റ്സ് ആണ്, മെയിൻ്റനൻസും പെർക്വിസിറ്റ്സ് ആണ്. അപ്പോൾ എനിക്ക് 2 പെർക്വിസിറ്റ്സ് ഉണ്ട്. ഒന്ന് കാറും കിട്ടുന്നുണ്ട്, കാറിലേക്ക് വേണ്ട ഡീസൽ എക്സ്പെൻസും എല്ലാ ആനുകൂല്യങ്ങളും എനിക്ക് തരുന്നുണ്ട്. സോ പെർക്വിസിറ്റ്സ് 2, ഒന്ന് കാറ്, ഒന്ന് മെയിൻ്റനൻസ് എക്സ്പെൻസ്. ഇതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് മോട്ടോർ കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയർ ആൻഡ് മെയിൻ്റനൻസ് ബോൺ ബൈ എംപ്ലോയി. ഇവിടെ എനിക്ക് എന്തേ കിട്ടുന്നുള്ളൂ? മോർ സൂപ്പർ മാർക്കറ്റ് എൻ്റെ അടുത്ത് പറയാണ്, താങ്കൾക്ക് ഞാൻ കാറ് തരാം, കാറിലടിക്കേണ്ട ഡീസലും അതിൻ്റെ മെയിൻ്റനൻസ് താങ്കൾ നോക്കിക്കൊള്ളാം. അപ്പോൾ എനിക്ക് ആനുകൂല്യമായിട്ട് എന്തേ കിട്ടുന്നുള്ളൂ? കാറ് മാത്രമേ കിട്ടുന്നുള്ളൂ. സോ ഇവിടെ എന്താ ആനുകൂല്യം? കാറ് മാത്രമാണ് ആനുകൂല്യമുള്ളൂ. മൂന്നാമത്തെ കേസ്, ഇഫ് മോട്ടോർ കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയി. ഞാൻ കോഴിക്കോട് പോവാണ്, അപ്പോൾ എംപ്ലോയർ എൻ്റെ അടുത്ത് പറയുന്നത് താങ്കൾ താങ്കളുടെ കാർ എടുത്തോ, അതിന് ഡീസൽ എക്സ്പെൻസ് അനുബന്ധമായിട്ടുള്ള മറ്റുള്ള ചിലവുകളും കാര്യങ്ങളും ഞങ്ങൾ എന്ത് ചെയ്തോളാം, മെയിൻ്റനൻസ് കോസ്റ്റ് ഞങ്ങൾ തന്നോളാം എന്ന് പറഞ്ഞു. സോ അവിടെ എന്താ പെർക്വിസിറ്റ് ആയിട്ട് കിട്ടുന്നത്? എന്താ? കാറല്ല പെർക്വിസിറ്റ്, മെയിൻ്റനൻസ് ആണ് എന്ത് പെർക്വിസിറ്റ്സ് ആയിട്ട് കിട്ടുന്നത്. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. സോ അടുത്തത് ഫസ്റ്റ് സിറ്റുവേഷൻ നോക്കി. ഫസ്റ്റ് സിറ്റുവേഷനിൽ നമുക്ക് കാറും കിട്ടി, മെയിൻ്റനൻസ് എക്സ്പെൻസും നമുക്ക് കിട്ടി. പർപ്പസ്, ഒഫീഷ്യൽ പർപ്പസ്. എനിക്ക് മോർ സൂപ്പർ മാർക്കറ്റ് കാർ തന്നു, ഡീസൽ അടിച്ചു തന്നു, എല്ലാം തന്നു. എന്നിട്ട് പറഞ്ഞു മോർ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ നോട്ട് ടാക്സബിൾ. എന്തുകൊണ്ടാണ് ടാക്സബിൾ അല്ലാത്തത്? എനിക്ക് കിട്ടുന്ന ആനുകൂല്യമല്ലല്ലോ, അത് ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളതല്ലേ. സോ അതുകൊണ്ട് അതെന്തല്ല, ടാക്സബിൾ അല്ല. ദെൻ അടുത്താണ് പ്രൈവറ്റ് പർപ്പസ്. ആ കാർ തന്നിട്ട് പറയാണ് ഓഫീസ് ആവശ്യങ്ങൾക്കൊന്നും കാർ ഉപയോഗിക്കേണ്ട, താങ്കളുടെ പ്രൈവറ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ കാർ യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ സംബന്ധിച്ചത് എന്താണ്, അത് ആനുകൂല്യമാണ്. അപ്പോൾ ആ ആനുകൂല്യം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? കാറിൻ്റെ വാല്യൂ എടുത്തിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അല്ല. ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ എംപ്ലോയർ.
എംപ്ലോയർക്ക് ആ കാറിന്മേൽ വന്നൊരു ചിലവുണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു എമൗണ്ട് ഉണ്ടാവില്ല, കാറിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവില്ല. ആ വാല്യൂ പ്ലസ് സാലറി പെയ്ഡ് ടു ഡ്രൈവർ. എനിക്ക് കാറ് തന്നിട്ടുണ്ട്, ആ കാറിന് ഒരു ഡ്രൈവറേയും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈവറിന് വന്ന കോസ്റ്റ് കൂടി ആഡ് ചെയ്യണം. പ്ലസ് 10% കോസ്റ്റ് ഓഫ് കാർ ഓർ ഹയർ ചാർജ് ലെസ്. ഓക്കെ, ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇത് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ബൈ എംപ്ലോയർ എന്ന് പറയുന്നത് ഈ കാറിന് അടിക്കേണ്ടി വരുന്ന ഡീസൽ എക്സ്പെൻസ് ആണ്, ഈ കാറിന് വേണ്ട മെയിൻ്റനൻസ് എക്സ്പെൻസ്. സോ ആ മെയിൻ്റനൻസ് എക്സ്പെൻസ് പ്ലസ് സാലറി പേ ടു ഡ്രൈവർക്ക് കൊടുക്കുന്ന എക്സ്പെൻസ്, അതും മെയിൻ്റനൻസ് തന്നെയാണ്. പ്ലസ് 10% കോസ്റ്റ് ഓഫ് കാർ. ഒരു 10 ലക്ഷം രൂപയുടെ കാറാണെങ്കിൽ ആ 10 ലക്ഷത്തിൻ്റെ 10% എന്ന് വെച്ചാൽ 1 ലക്ഷം. ആ 1 ലക്ഷം പ്ലസ് ഡ്രൈവർക്ക് കൊടുക്കുന്ന സാലറി പ്ലസ് അതുമേലടിക്കുന്ന ഡീസൽ അനുബന്ധമായിട്ടുള്ള എക്സ്പെൻസ്, ഇതെല്ലാം കൂടിയും ചേരുന്നതാണ് എന്ത് എനിക്ക് കിട്ടുന്ന പെർക്വിസിറ്റ് എന്ന് പറയുന്നത്. ലെസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം എംപ്ലോയി. ഇത്രയും മോർ സൂപ്പർ മാർക്കറ്റ് എനിക്ക് തന്നു. അപ്പോൾ മോർ സൂപ്പർ മാർക്കറ്റ് പറയാണ് ഇത് ഞങ്ങൾക്ക് കുറച്ച് ചിലവ് കൂടുതലാണ്, സാലറിയിൽ നിന്ന് താങ്കളുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു 5000 രൂപ വെച്ച് മാസം കട്ടിങ് ഉണ്ടാവും എന്ന് പറയണതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പെർക്വിസിറ്റ് എത്രയാണ്, ഈ കാറിൻ്റെ 10% കോസ്റ്റ് പ്ലസ് ഡ്രൈവർക്ക് കൊടുക്കുന്ന കോസ്റ്റ് പ്ലസ് അതുമേലടിക്കുന്ന ഡീസൽ, ഇതെല്ലാം തരുന്നത് എംപ്ലോയറാണ് തരുന്നത്. അതിൽ നിന്ന് എൻ്റെ അടുത്തുനിന്ന് മാസം പിടിക്കുന്ന 5000 രൂപ കുറച്ചിട്ട് ബാക്കി എമൗണ്ടാണ് എന്നെ സംബന്ധിച്ചെന്ന് ടാക്സബിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ പാർട്ട്ലി ഒഫീഷ്യൽ പാർട്ട്ലി പ്രൈവറ്റ് പർപ്പസ്. മോർ സൂപ്പർ മാർക്കറ്റ് എൻ്റെ അടുത്ത് പറയാണ് ഈ കാറ് താങ്കൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രൈവറ്റ് പർപ്പസിന് യൂസ് ചെയ്തോ ഒഫീഷ്യൽ പർപ്പസിനും അത് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ വാല്യൂഷൻ എങ്ങനെയാണ് വരുന്നത്, ₹1800 പെർ മന്ത് ഫോർ അപ് ടു 1600 cc. 1600 cc താഴെയുള്ള ഒരു വാഹനമാണെങ്കിൽ, ചെറിയ സ്വിഫ്റ്റ് പോലുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ 1600 cc താഴെയുള്ള വാഹനങ്ങൾ, അങ്ങനെയുള്ള വാഹനങ്ങളാണെങ്കിൽ 1800 പെർ മന്ത് ആണ് ടാക്സബിൾ. ഇനി എനിക്ക് തന്ന വാഹനം എന്ന് പറയുന്നത് എന്താണ്, ചെറിയൊരു വലിയൊരു വാഹനമാണെന്ന് വിചാരിച്ചോ, അതായത് ഒരു ഇന്നോവയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ആണെങ്കിൽ 1600 cc മുകളിലുള്ളൊരു വാഹനമാണെങ്കിൽ 2400 പെർ മന്ത് ആണ് എന്നെ സംബന്ധിച്ച് ടാക്സബിൾ എന്ന് പറയുന്നത്. ദെൻ അടുത്താണ് ₹900 പെർ മന്ത് സാലറി ഇഫ് ഡ്രൈവർ ഓർ ഷോഫർ ഈസ് പ്രൊവൈഡഡ്. ഓക്കെ, ഇനി എന്താണ്, എനിക്കൊരു ഡ്രൈവറെ തന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈവറിൻ്റെ പൈസ എത്ര വരും, 900 പെർ മന്ത്, അതും കൂടി ഇതിൽ ആഡ് ചെയ്ത് വരും. ഓക്കെ, ഇനി അടുത്താണ് ഇഫ് മോട്ടോർ കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയർ ആൻഡ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് ബോണ്ട് ബൈ എംപ്ലോയി. അവിടെ എനിക്ക് എന്ത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, കാറ് മാത്രമേ പെർക്വിസിറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. സോ ഇവിടുത്തെ കേസിൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ബൈ എംപ്ലോയർ, ദാറ്റ് ഇസ് ആ മെയിൻ്റനൻസ് എക്സ്പെൻസോ സാലറി പേ ടു ഡ്രൈവർ, അത് വരുന്നില്ല. ആകെ എനിക്ക് എന്തേ തന്നിട്ടുള്ളൂ, കാറ് മാത്രമേ തന്നിട്ടുള്ളൂ. ഡീസൽ ഞാൻ എൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തടിക്കണം. സോ കാറ് മാത്രമേ പെർക്വിസിറ്റ് ഉള്ളൂ. ഓക്കെ, സോ ഹിയർ ഒഫീഷ്യൽ പർപ്പസിനായി യൂസ് ചെയ്യണമെങ്കിൽ ടാക്സബിൾ ഉണ്ടോ, ഇല്ല. ഒഫീഷ്യൽ പർപ്പസിനാണ് ഇത് പെർക്വിസിറ്റ് എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ദെൻ പ്രൈവറ്റ് പർപ്പസിനാണ് തന്നെങ്കിലോ, ദാറ്റ് ഈസ് ആ കാറിൻ്റെ 10% കോസ്റ്റ് അല്ലെങ്കിൽ ഹയർ ചാർജ്, അതാണ് പെർക്വിസിറ്റിൻ്റെ വാല്യൂ. ലെസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം എംപ്ലോയിയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഇവിടത്തെ പോലെ സെയിം തന്നെ ഇവിടെ എന്താണ്, കാറും മെയിൻ്റനൻസും കൂടി ഉള്ളത് കൊണ്ട് മെയിൻ്റനൻസ് പ്ലസ് കാറിൻ്റെ എക്സ്പെൻസ് കൂടി ആഡ് ചെയ്തു, ലെസ് എമൗണ്ട് റിക്വയർഡ് ബൈ എംപ്ലോയി ചെയ്തു. ഓക്കെ, ഇവിടെ എന്ത് മാത്രമേ പെർക്വിസിറ്റുള്ളൂ, കാറ് മാത്രമേ പെർക്വിസിറ്റുള്ളൂ. ഓക്കെ, ദെൻ അടുത്ത് പാർട്ട്ലി ഒഫീഷ്യൽ ആൻഡ് പാർട്ട്ലി പ്രൈവറ്റ് പർപ്പസ്. പാർട്ട്ലി ഒഫീഷ്യൽ ആൻഡ് പാർട്ട്ലി പ്രൈവറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര വരുന്നത്, 600 പെർ മന്ത് വരും. ഓക്കെ, 1600 cc താഴെയുള്ള വാഹനമാണെങ്കിൽ 600 പെർ മന്ത് ടാക്സബിൾ ആയിട്ട് വരും. ഇനി എത്രയാണ്, 1600 cc മുകളിലുള്ള വാഹനമാണെങ്കിൽ, സോറി ഇവിടെ 800 അല്ല, അത് എത്രയായിട്ട് മാറും, 900 പെർ മന്ത് ആയിട്ട് മാറും. ഓക്കെ, ഇത് 800 അല്ല 900 ആണ്. ദെൻ ₹900 പെർ മന്ത് സാലറി ഇഫ് ഡ്രൈവർ ഓർ ഷോഫർ ഈസ് പ്രൊവൈഡ്. ഡ്രൈവറിന് വലിയ ഷോഫറിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 900 പെർ മന്ത് വേറെ എക്സ്ട്രാ വരും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്താണ് ഇഫ് മോട്ടോർ കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയി ആൻഡ് റണ്ണിങ് ആൻഡ് മെയിൻ്റനൻസ് റീഇംബേഴ്സ്ഡ് ഓർ മെറ്റ് ബൈ എംപ്ലോയർ. ഇവിടെ എന്ത് മാത്രമേ പെർക്വിസിറ്റ് ആയിട്ട് എനിക്ക് തരുന്നുള്ളൂ, കാറ് എൻ്റെ സ്വന്തം കാറാണ്, മെയിൻ്റനൻസ് എക്സ്പെൻസ് മാത്രമാണ് മോർ സൂപ്പർ മാർക്കറ്റ് എനിക്ക് തരുന്നത്. എന്നിട്ട് മോർ സൂപ്പർ മാർക്കറ്റ് പറയാണ് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ആ കാർ യൂസ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെർക്വിസിറ്റാണ്, അല്ല, അതുകൊണ്ട് തന്നെ എന്തല്ല, ടാക്സബിൾ അല്ല. ഓക്കെ, ദെൻ പ്രൈവറ്റ് പർപ്പസിന് വേണ്ടിയിട്ടാണ് തരുന്നതെങ്കിലോ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ബൈ എംപ്ലോയർ അതുമേലെ എനിക്ക് ഡീസൽ എക്സ്പെൻസ് അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്തൊക്കെയുണ്ടോ അതാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് കിട്ടുന്ന പെർക്വിസിറ്റ്, അത് മാത്രം ആഡ് ചെയ്താൽ മതി. ലെസ് എമൗണ്ട് റിക്വയർഡ് ഫ്രം എംപ്ലോയി. ഓക്കെ, അപ്പോൾ കാറും മെയിൻ്റനൻസും കൂടി കിട്ടുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടിയും ആഡ് ചെയ്യണം. കാറ് മാത്രമേ കിട്ടുന്നതെങ്കിൽ കാറിൻ്റെ 10% കോസ്റ്റ് അല്ലെങ്കിൽ ഹയർ ചാർജ്. മെയിൻ്റനൻസ് ആണ് കിട്ടുന്നതെങ്കിൽ മെയിൻ്റനൻസ് എക്സ്പെൻസ് എത്രയാണ് കിട്ടുന്നത് അത് മാത്രമാണ് എന്തുള്ളൂ, പെർക്വിസിറ്റ് ആയുള്ളൂ.
സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ പാർട്ട്ലി ഒഫീഷ്യൽ ആൻഡ് പാർട്ട്ലി പ്രൈവറ്റ് പർപ്പസിനാണ് തരുന്നതെങ്കിലോ ആക്ച്വൽ എക്സ്പെൻസ് ഇൻകോർഡ് ബൈ എംപ്ലോയർ ലെസ് 1,800 per month for up to 1,600 cc. 1600 cc താഴെയുള്ള വാഹനമാണെങ്കിൽ 1,800 per month എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. 1600 cc മുകളിലുള്ള വാഹനമാണെങ്കിൽ 2,400 per month എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാൻ പറ്റും. ഡ്രൈവറിനെ തന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, അതും നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റും. ലെസ് എമൗണ്ട് റിക്കവർഡ് ഫ്രം എംപ്ലോയി. ഇനി എമൗണ്ട് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി മൈനസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ സംബന്ധിച്ച് കാറ് ആരുടെയാണ്, നമ്മളുടെയാണ് കാർ, എൻ്റെ സ്വന്തം കാറാണ്. ഡീസൽ എക്സ്പെൻസ് മാത്രമാണ് ആര് തരുന്നുള്ളൂ, മോർ സൂപ്പർ മാർക്കറ്റ് തരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ സ്വന്തം കാർ ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ പർപ്പസിനും ഒഫീഷ്യൽ പർപ്പസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതല്ല. സോ എൻ്റെ വാഹനം ഒഫീഷ്യൽ പർപ്പസിന് അങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് എന്ത് മാത്രമാണ്, ഡീസൽ അല്ലെങ്കിൽ മെയിൻ്റനൻസ് എക്സ്പെൻസ് മാത്രമാണ് ഇങ്ങോട്ട് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ടും കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈനസ് ചെയ്യാം. അതാണ് ഇവിടെ മൈനസ് ചെയ്യണത്. അതെന്താ മൈനസ് ചെയ്യണത്, ആക്ച്വൽ എക്സ്പെൻസ് ഇൻകോർഡ് ബൈ എംപ്ലോയർ ലെസ്. അതായത് എംപ്ലോയർ എനിക്ക് മെയിൻ്റനൻസ് എക്സ്പെൻസ് ആയിട്ട് ഒരു മാസം 10,000 രൂപ തന്നു എന്ന് വിചാരിച്ചു. ആ 10,000-ൽ നിന്ന് എനിക്ക് എന്ത് മൈനസ് ചെയ്യാം, എൻ്റെ വാഹനം കുറച്ച് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓടുന്നുണ്ടല്ലോ. ചെറിയ വാഹനമാണെങ്കിൽ 1,800 per month എന്ത് ചെയ്യാം, എനിക്ക് കുറയ്ക്കാം. വലിയ വാഹനമാണെങ്കിൽ 2,400 per month കുറയ്ക്കാം. ഇനി ഞാൻ ഡ്രൈവറെ വെച്ചിട്ടാണ് ഓടുന്നതെങ്കിൽ 900 per month എന്ത് ചെയ്യാം, അതും എനിക്ക് മൈനസ് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്തു, ലെസ് എമൗണ്ട് റിക്വയർഡ് ഫ്രം എംപ്ലോയി. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് എന്ത് ചെയ്തു, അവർ പൈസ റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എനിക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇതാണ് വാല്യുവേഷൻ ഓഫ് മോട്ടോർ കാർ. മോട്ടോർ കാറിൻ്റെ വാല്യുവേഷൻ്റെ കേസിൽ ഇങ്ങനെയാണ്. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത് നോക്കാം അതർ പെർക്വിസിറ്റ്. മറ്റുള്ള പെർക്വിസിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. എമൗണ്ട് പേയബിൾ ബൈ ദ എംപ്ലോയർ ടു ഇഫക്റ്റ് ആൻ ഇൻഷുറൻസ് ഓൺ ലൈഫ് ഓഫ് എംപ്ലോയി ഓർ ടു എഫക്റ്റ് എ കോൺട്രാക്ട് ഫോർ ആനുവിറ്റി ദാറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. എമൗണ്ട് പേയബിൾ ബൈ ദ എംപ്ലോയർ ടു ആൻ എഫക്റ്റ് ഓഫ് ഇൻഷുറൻസ്. അതായത് ഈ എംപ്ലോയിയുടെ ലൈഫിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, എംപ്ലോയർ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എമൗണ്ട് പേ ചെയ്തു. അപ്പോൾ എൻ്റെ ലൈഫിന് വേണ്ടിയിട്ട് എംപ്ലോയർ എന്ത് ചെയ്യണതാണ്, എമൗണ്ട് പേ ചെയ്യാനാണ്. സോ എനിക്ക് കിട്ടുന്നൊരു പെർക്വിസിറ്റാണ്. സോ അതെന്താണ്, ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, അടുത്തത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടുവാർഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടുവാർഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്. സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്ക് ഞാൻ അവിടുത്തെ ഒരു എംപ്ലോയി ആണ്, എൻ്റെ സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്ക് എംപ്ലോയർ എന്ത് ചെയ്തു, ഒരു നിശ്ചിത തുക കോൺട്രിബ്യൂട്ട് ചെയ്തു. സോ അത് ടാക്സബിൾ ആണ്. ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എംപ്ലോയി ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് സച്ച് കോൺട്രിബ്യൂഷൻ എക്സീഡ് 1,50,000. 1.5 ലക്ഷം രൂപ വരെയുള്ള കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല. 1.5 ലക്ഷം രൂപക്ക് മുകളിലുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതെന്താണ്, ടാക്സബിൾ ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം ഗ്യാസ്, ഇലക്ട്രിസിറ്റി ഓർ വാട്ടർ സപ്ലൈഡ് ബൈ എംപ്ലോയർ ഫുള്ളി ടാക്സബിൾ. ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് എനിക്ക് ഗ്യാസ് കണക്ഷനോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്ത് തന്നു. സോ അതെന്താണ്, ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റാണ്. ഓക്കെ, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി പ്രൊവൈഡഡ് ടു ചിൽഡ്രൻ ഓഫ് അതർ പെർക്വിസിറ്റ് employee only if the value of such benefit per child exceed ₹1,000 per month, no restriction on number of children, fully taxable ആണ്. എഡ്യൂക്കേഷൻ ഫെസിലിറ്റി, അതായത് എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാണ്, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി കൊടുക്കണം. പ്രൊവൈഡ് ടു ചിൽഡ്രൻ ഓഫ് അതർ പെർക്വിസിറ്റ് എംപ്ലോയി ഓൺലി ഇഫ് ദ വാല്യൂ ഓഫ് സച്ച് ബെനിഫിറ്റ് പെർ ചൈൽഡ് എക്സീഡ് 1,000 per month. 1,000 രൂപക്ക് മുകളിലുള്ള ഒരു ആനുകൂല്യം, ഒരു എഡ്യൂക്കേഷൻ ഫെസിലിറ്റി എൻ്റെ മകനോ അല്ലെങ്കിൽ മകൾക്കോ അല്ലെങ്കിൽ മക്കൾക്കോ നൽകുകയാണെന്നുണ്ടെങ്കിൽ നോ റെസ്ട്രിക്ഷൻ ഓൺ നമ്പർ ഓഫ് ചിൽഡ്രൻ, എത്ര പേരുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്, ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, 1,000 രൂപക്ക് മുകളിലാണ് വരുന്നതെങ്കിൽ മാത്രമാണ് ടാക്സബിൾ ഉള്ളൂ. ഓക്കെ, ദെൻ അടുത്തതാണ് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്. ഇതിനെന്തില്ല, ടാക്സ് ഇല്ല. അപ്പോൾ ഏതാണ് നമുക്ക് നോക്കാം. മെഡിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് റീഇംബേഴ്സ്മെൻറ്റ്. എന്താണ് അതിൽ വരുന്നത്, ദ വാല്യൂ ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡഡ് ടു ആൻ എംപ്ലോയി ഓർ എനി മെമ്പർ ഓഫ് ഹിസ് ഓർ ഹെർ ഫാമിലി ഇൻ എ ഹോസ്പിറ്റൽ. വാല്യൂ ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ടു ആൻ എംപ്ലോയി, ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു, ഓർ എനി മെമ്പർ ഓഫ് ഹിസ് ഓർ ഹെർ ഫാമിലി ഇൻ എ ഹോസ്പിറ്റൽ, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും എന്ത് ചെയ്തു, ഹോസ്പിറ്റലിൽ കിടന്നു, എൻ്റെ ഡിപ്പെൻഡൻസ് ഹോസ്പിറ്റലിൽ കിടന്നു. ഡിസ്പെൻസറി ഓർ എ നഴ്സിംഗ് ഹോം മെയിൻറ്റെയിൻഡ് ബൈ ദ എംപ്ലോയർ വിൽ ബി എ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്. ഏത് ഹോസ്പിറ്റലിൽ കിടന്നത്, ഈ പറഞ്ഞ എംപ്ലോയറിൻ്റെ തന്നെ ഹോസ്പിറ്റലുണ്ട്. ഇപ്പം ചില വലിയ വലിയ കമ്പനീസൊക്കെ ഉണ്ടാവില്ല, ആ കമ്പനിക്ക് അവരുടെ തന്നെ ഹോസ്പിറ്റൽ ഉണ്ടാവും. ആ ഹോസ്പിറ്റലാണ് ചികിത്സ തേടുന്നതെങ്കിൽ ടാക്സബിൾ അല്ല, അത് ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ്. ഓൾസോ ഇനി മണി paid by employee for expenditure incurred by employee on his or her medical treatment or treatment of any members of his family subject to a maximum of 15,000 the previous year will be treated as tax free perquisite. അതല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി എൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു മാസം ഒരു 15,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ ചിലവ് വന്നു.
20,000 രൂപ ചിലവ് വന്നിട്ടുണ്ടെങ്കിൽ 20,000 രൂപ ആര് തന്നു? മോർ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്ന എൻ്റെ എംപ്ലോയർ എനിക്കത് തന്നു. അപ്പോൾ 20,000 എനിക്ക് തന്നു. 15,000 വരെ എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. ബാലൻസ് എമൗണ്ട് ടാക്സബിൾ ആണ്. ഓക്കെ, എനിക്ക് ഒരു വർഷം ഒരു ഹോസ്പിറ്റലിൽ ഒരു ബില്ല് വന്നത് 12,000 രൂപയാണ്. അവരെനിക്ക് ആ 12,000 രൂപ എനിക്ക് റീഇംബേഴ്സ് ചെയ്ത് തന്നു. ടാക്സബിൾ ആണോ? അല്ല. സോ ഇവിടെ മനസ്സിലാക്കാം, any money paid by the employee for expenditure incurred by the employee on his or her medical treatment or treatment of any member of his family subject to maximum of 15,000 in the previous year will be treated as a tax free perquisite. അതെന്താണ്? ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ്. ക്ലിയർ ആയല്ലോ. അടുത്താണ് റിക്രിയേഷണൽ ഫെസിലിറ്റി. നമുക്ക് ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരിക, അങ്ങനെയുള്ള സംഭവത്തിലേക്ക് വരുന്നതാണ്. അതുപോലെ സ്പോർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് റിക്രിയേഷൻ ഫെസിലിറ്റി. ഇനി റിക്രിയേഷണൽ ഫെസിലിറ്റി പ്രൊവൈഡ് ടു എ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ബൈ ദ എംപ്ലോയർ ഈസ് നോട്ട് ടാക്സബിൾ. ഒരു എംപ്ലോയിക്കോ അല്ലെങ്കിൽ എംപ്ലോയറിൻ്റെ ഗ്രൂപ്പിനോ കൊടുക്കുന്നത് എന്തല്ല? ടാക്സബിൾ അല്ല. ദസ് ഹെൽത്ത് ക്ലബ്ബ്, സ്പോർട്സ് ആൻഡ് സിമിലർ ഫെസിലിറ്റി പ്രൊവൈഡ് യൂണിഫോംലി ടു ഓൾ എംപ്ലോയീസ് ബൈ ദ എംപ്ലോയർ ഈസ് എ ടാക്സ് ഫ്രീ പെർക്വിസിറ്റ്. നമുക്കറിയാം പോലീസുകാർക്കൊക്കെ നമുക്ക് കിട്ടുന്ന അവർക്ക് ഹെൽത്ത് ക്ലബ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ ചില കമ്പനികൾക്ക് അവർക്ക് ജിം ഉണ്ടാവും. അതുപോലെ തന്നെയുള്ള ഹെൽത്ത് ക്ലബ്ബ്, ടെന്നീസ്, ഫുട്ബോൾ കോർട്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. സോ ഇതൊക്കെ റിക്രിയേഷണൽ ഫെസിലിറ്റീസ് ആണ്. അതൊക്കെ എന്താണ്? ടാക്സ് ഫ്രീ പെർക്വിസിറ്റ് ആണ്. അത് ടാക്സബിൾ അല്ല. ഓക്കെ. ട്രെയിനിങ്. Any cost incurred by the employer for providing training to employees or by way of payment of fees or refresher course attended by the employees can be treated as tax free perquisite. ഇപ്പോൾ ഒരു കോളേജിലെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക അവർക്ക് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുകയാണ്? ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ്. ഒരു ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ഒരു 10,000 കോസ്റ്റ് വരുന്ന പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന് പോകുന്നു. അപ്പോൾ ആ ഫാക്കൽറ്റി അതിന് വേണ്ടി പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്താലാണ് കുട്ടികളിലേക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എനി കോസ്റ്റ് ഇൻകർഡ് ബൈ ദ എംപ്ലോയർ ഫോർ പ്രൊവൈഡിങ് ട്രെയിനിങ് ടു എംപ്ലോയീസ് ഓർ ബൈ വേ ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഫീസ്. അതായത് ആ 10,000 ട്രെയിനിങ്ങിൻ്റെ ഫീസ് ആര് കൊടുത്തു? എംപ്ലോയർ കൊടുത്തു. ഓക്കെ, ആ റിഫ്രഷർ കോഴ്സിനുള്ള എമൗണ്ട് എംപ്ലോയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എംപ്ലോയിനെ സംബന്ധിച്ച് ടാക്സബിൾ അല്ല. കാരണം എംപ്ലോയിയുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ട്രെയിനിങ്ങിന് പോകുന്നത്, എംപ്ലോയറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ട്രെയിനിങ്ങിന് പോകുന്നത്. ക്ലിയർ ആയല്ലോ.